നമസ്കാരം. സദാചാര ഗുണ്ടകൾ ഇന്നും ഇവിടെ പൂണ്ട് വിളയാടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ റസീന. SDPI ജിഹാദികളുടെ ക്രൂരതയാണ് ഇതിന്റെ പിന്നാലെ പുറത്തുവരുന്നത്. ഇപ്പോഴിതാ പിടിയിലായ SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെ പ്രതിയാക്കില്ല. റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൺ സുഹൃത്ത് പരാതി നൽകിയാൽ അടിപിടിക്കും കേസെടുക്കും. ഇത് കൊലപാതക ശ്രമമായി മാറുകയും ചെയ്യും. ഇതിനിടെയാണ് പ്രതികളെ രക്ഷിക്കുന്ന വിശദീകരണവുമായി റസീനയുടെ ഉമ്മ എത്തിയത്. എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് ഉമ്മയുടെ വാദങ്ങൾക്ക് എതിരാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നുമാണ് 3 പ്രതികളിലേക്ക് എത്തിയത്. പ്രതികൾ SDPI ഓഫീസിൽ ആൺ സുഹൃത്തിനെ എത്തിച്ച് ചോദ്യം ചെയ്തതായും 5 മണിക്കൂറാണ് പ്രതികൾ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്ന് പിതാവ് മുഹമ്മദ് പ്രതികരിച്ചു. ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് പറഞ്ഞു. പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷമാണ് ആൺ സുഹൃത്താണ് കൊലയ്ക്ക് കാരണമെന്ന് റസീനയുടെ ഉമ്മ വിശദീകരിച്ചത്. പക്ഷെ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം വ്യക്തതയോടെ തന്നെ റസീന എഴുതി വെച്ചത് പ്രതികൾക്ക് വിനയായി മാറും. വളരെ വിശദമായ കുറിപ്പാണ് റസീന എഴുതിയത്. റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ, VC മുഷബീർ, കണിയാന്റെ വളപ്പിൽ K ഫൈസൽ, കുടത്താൻകണ്ടി ഹൗസിൽ VK റഹ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ജയിലിലാണ്. അതിനിടെ ഇവരെ കേസിൽ നിന്നും രക്ഷിക്കാനും നീക്കമുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം യുവതി കായലോട് അയഞ്ചകര പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു. ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയൻ സ്വദേശിയായ ആൺ സുഹൃത്തിനെ 5 മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തി മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിന്റെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി. ഇതും സദാചാര ഗുണ്ടായിസത്തിന് തെളിവാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് അവഗണിച്ചുവെന്നും ആരോപണമുണ്ട്. കണ്ണൂർ കായലോട് പറമ്പായിൽ സദാചാര പോലീസ് ചമഞ്ഞ SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്ന് ഭർത്തൃമതിയായ റസീന ജീവനൊടുക്കിയതിനെ തുടർന്നാണ് പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം ചർച്ചയായത്. സോഷ്യൽ മീഡിയ സുഹൃത്തിനോട് റോഡരികിൽ നിന്ന് നിർത്തിയിട്ട കാറിനടുത്ത് നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് ചമഞ്ഞെത്തിയ SDPI പ്രവർത്തകർ യുവതിയെയും ആൺ സുഹൃത്തിനെയും ബന്ദിയാക്കി പരസ്യ വിചാരണ നടത്തിയത്. ഇവിടെ പോലീസിന്റെ അനാസ്ഥയും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരെയും പൂട്ടാനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള നടപടികൾ ഇനി തികച്ചും നിർണായകമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.